Alhamdulillah, Alhamdulillah, wassalatu wassalamu ala man la nabiyya ba'dah. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidni ilma. Alhamdulillah, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബ്ലീസിനെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷന് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്ലീസ് എങ്ങനെയാണ് നമ്മളെ മുന്നിലൂടെ പിന്നിലൂടെ ആക്രമിക്കാതെ നോക്കാം. ആദം നബി അലൈഹി വസലാമിന്റെ പുത്രനെ വഴി തെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ അൽഹംദുലില്ലാഹ് നമ്മൾ സൂറത്ത് അറാഫിലെ 15-ാമത്തെ ആയത്ത് വരെ പറഞ്ഞു. ആദം നബി അലൈഹി വസലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെ അഹങ്കരിച്ച് നിൽക്കും. എന്താ സുജൂദ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഇവനെ സുജൂദ് ചെയ്യാനോ, ഇവനേക്കാൾ ഉത്തമനാണ് ഞാൻ എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്നത് കണ്ടു. എന്നിട്ട് ഇത് അഹങ്കാരിക്കുള്ള സ്ഥലമല്ല, ഇവിടെ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞ് അള്ളാഹ് അവനെ പുറത്താക്കുന്നതും കണ്ടു. അതിനുശേഷം ഇബ്ലീസ് പുനരുദ്ധാരണ ദിവസം വരെ സമയം ചോദിക്കുന്നതും അവന് അവധി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. 12-ാമത്തെ ആയത്ത് മുതൽ 15-ാമത്തെ ആയത്ത് വരെ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഐഷ മിസ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. ഇനി നമുക്ക് 16-ാമത്തെ ആയത്ത് നോക്കാം. قال فبما أغويتني لأقعدن لهم صراطك المستقيم. അവൻ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നീ എന്നെ വഴിപിഴവിലാക്കിയത് കൊണ്ട് തീർച്ചയായും നിന്റെ ചൊവ്വായ പാതയിൽ അവർക്കായി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. ഇബ്ലീസ് പറയാണ്, ഈ മനുഷ്യവർഗം കാരണമാണല്ലോ എന്നെ നീ വഴിതെറ്റിയാനാക്കി നിശ്ചയിച്ചത്. അതുകൊണ്ട് നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ അവരെ വിടില്ല. അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ പല വഴിയും ചെയ്യും. ആ വഴിയിൽ നിന്റെ നേരായ വഴിയിൽ തക്കം നോക്കി ഞാൻ അവിടെ ഇരിക്കും. 17-ാമത്തെ ആയത്തും കൂടി നോക്കുക. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിന്നെ അവരുടെ മുമ്പിലൂടെയും അവരുടെ പിമ്പിലൂടെയും അവരുടെ വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധികം ആളെയും നന്ദി കാണിക്കുന്നവനായി നീ കണ്ടെത്തുന്നതല്ല. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് ഈ സിറാത്തുൽ മുസ്തഖീം. ഏറ്റവും ചുരുങ്ങിയത് ഒരു സത്യവിശ്വാസി അവന്റെ ഫർള് നമസ്കാരത്തിൽ തന്നെ ഒരു 17 വട്ടെങ്കിലും ഈ നേരായ വഴിയിലാക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലാണ് ഈ ഇബ്ലീസ് വന്നിട്ട് ഇരിക്കും എന്ന് പറയണത്. ആ വഴിയിൽ നമുക്കൊന്നും കാണാൻ പറ്റാണ്ട് പതുങ്ങിയിരിക്കുകയാണ് അവിടെ. ഞാൻ കാത്തിരിക്കും എന്ന് തന്നെയാണ് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്മദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, ആദമിന്റെ പുത്രനെ അവന്റെ എല്ലാ വഴിയിലും അവനെ ശൈത്താൻ കാത്തിരിക്കും. അവൻ ഇസ്ലാമിന്റെ വഴിയിൽ ഇരുന്നിട്ട് അവരോട് പറയും, നീ ഇസ്ലാം സ്വീകരിക്കേ, നിങ്ങളുടെ പൂർവ്വ പിതാവിന്റെ മതം ഉപേക്ഷിക്കുകയാണോ ചെയ്യണത്? ഇബ്ലീസിനെ മനുഷ്യൻ അനുസരിക്കാണ്ട് അവൻ ഇസ്ലാം സ്വീകരിക്കും. പിന്നെ പലായനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് പിശാച് എന്നിട്ട് പറയും, നീ നിന്റെ ആകാശം ഭൂമിയും ഒക്കെ വിട്ട് പോകാൻ പോവേണോ? ഇതൊന്നും കേൾക്കാണ്ട് അവന് പലായനം ചെയ്യും. പിന്നെ പിശാച് ജിഹാദ് ചെയ്യാൻ വേണ്ടി പോകുന്നോണ്ട് വഴിയിൽ ചെന്നിട്ട് പറയണേ, നിങ്ങളുടെ മരണത്തിന് കാരണമാവുന്ന യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോവേണോ? അപ്പോൾ നിങ്ങളുടെ സ്ത്രീകളെ മറ്റുള്ളവരെ വിവാഹം കഴിക്കും, നിങ്ങളുടെ സമ്പത്ത് വിതരണം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നേരായ വഴിയിൽ പോവാൻ നിൽക്കുമ്പോ ഒക്കെ ഓരോ തടസ്സങ്ങളും ഓരോ ചിന്തകളും നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് കൊടുത്തിട്ട് വരും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്തെങ്കിലും ദാനം എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് 100 ആവശ്യങ്ങൾ, നമ്മുടെ 100 ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. അങ്ങനെ ഇബ്ലീസ് അത് വന്നിട്ട് മുടക്കും. നീ 4 ഡയറക്ഷനിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ നോക്കാം. 4 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ അടുത്തുനിന്ന് വിട്ടു മാറാനുള്ള സമയം ഉണ്ടാവില്ല. അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ വഴിതെറ്റിക്കാന്ന് നോക്കിയിരിക്കുകയാണ്. നീ മീൻ ബൈനി ഐദീഹിം, ഇതിന് മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് മുന്നിൽ എന്നാണ്. പക്ഷെ അറബിയിൽ അതിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്.
അതത്ര ദൂരെ ഒന്നുമില്ല. നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീട്ടുമ്പോ അതിന്റെ ഉള്ളിൽ ഉള്ള ആ സ്പേസില് അത്രക്കും അടുത്തിട്ടാണ് അവൻ വന്ന് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അവനെ കാണാൻ പറ്റണില്ല, കേൾക്കാൻ പറ്റണില്ല, തൊടാൻ പറ്റണില്ല. അവൻ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാണ് അവൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യണത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് അടുത്തേക്ക് വരുമെന്ന് പറയണതിനെ വിശദീകരിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ലോകത്തിനാണെന്നാണ്. നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയണത് എന്ന്. നമ്മളോട് അള്ളാഹ് ഡയറക്റ്റ് ആയി പറയണതായി നമുക്ക് തോന്നും. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മുന്നിൽ കാണുന്നത്? നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാര്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള്, നമ്മളെ ആകർഷിക്കണ പല കാര്യങ്ങളെ, നമുക്ക് വെറുപ്പ് തോന്നിയിട്ട് നമ്മളെ പിന്മാറി പോണ പല കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. സൂറ ഖിയാമില് അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, പക്ഷെ മനുഷ്യർ അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഗ്രോസറി സ്റ്റോറിൽ പോവാണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നമുക്ക് വല്ല പാലും കോഴിമുട്ടൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവാം. അത് ഏറ്റവും ബാക്കിൽ അവർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവാം. ശരിക്കും നമുക്കത് ഫ്രണ്ടിലാണ് വേണ്ടത്, പക്ഷെ അവരത് ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയി വെക്കണത് എന്തിനാ വെച്ചാല് നമ്മുടെ മനസ്സിൽ അള്ളാഹ് ഇട്ട് തന്നിട്ടുള്ള സാധനമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അത് നമുക്ക് കൂട്ടി നമ്മൾ ആ വഴി കൂടെ പോകുമ്പോ അവിടെ കാണുന്ന കേക്കും മിഠായും പല സാധനങ്ങളും നമ്മളെ തറക്കിടും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം അവൻ നമ്മളെ കൊണ്ട് തെറ്റിക്കും. ഇതന്നെയാണ് ഇത് മനുഷ്യന്റെ പൊതുവേ ഉള്ള എല്ലാ മനുഷ്യന്മാർക്കുള്ള സ്വഭാവമാണ്. ഈ ഒരു സ്വഭാവം അവന് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വരിക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഞാൻ പറയണേ, വായോ കുറച്ചും കൂടി ആസ്വദിക്ക. അത് അത്ര വലിയ മോശമുള്ള കാര്യമൊന്നുമില്ല. ഭാവിയിൽ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അവൻ നമ്മളെ ചിന്തിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത് അത് മാത്രം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അതാണ് അവനിഷ്ടം. ഇപ്പൊ നമുക്ക് എന്തേലും വേണമെന്നുണ്ടെങ്കില് ഭയങ്കര എളുപ്പമാണ്. എന്തേലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുത്തിട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതേപോലെ കേൾക്കാനും എന്തെങ്കിലും ഓർഡർ ചെയ്യാനാണെങ്കിലും വെറുതെ നമ്മുടെ വിരൽത്തുമ്പോണ്ട് നമുക്ക് പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് അപ്പം തന്നെ വേണം. പക്ഷെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി വാങ്ങാനാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മടിയാവും, കുറച്ചുകൂടി നമുക്ക് പണിയുണ്ടല്ലേ. നമ്മളിനി വരാതിരിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുകയില്ലാണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിപ്പോവാണ്. തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരോട് ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ തെറ്റുകൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരൊരിക്കലും പറയില്ല എനിക്ക് തെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ ഇഷ്ടമല്ല, അതിനുശേഷം വരുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കാനേ ഇഷ്ടമല്ല, ഇത് പറയണതേ ഇഷ്ടമല്ല. ഇത് ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ അവര് പറയാ എന്നോട് അതിനെ കുറിച്ച് പറയണ്ട. ഇതാണ് അവര് പറയാ. ചില തെറ്റുകള് നമ്മള് ചെയ്യണതിനെ പറ്റി ചിന്തിച്ചാൽ നമുക്കും തോന്നും വേണ്ട അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ടാന്ന്. കള്ള് കുടിക്കുന്നവർക്കും സിഗരറ്റ് വലിക്കുന്നവർക്കും ഒക്കെ അറിയാം അതിന്മേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരാണെന്ന്. പക്ഷെ ഇപ്പോഴുള്ള സുഖത്തിന് വേണ്ടി മാത്രം അതിനെപ്പറ്റി ചിന്തിച്ച് മാത്രം ഇത് യൂസ് ചെയ്യണേ. ഇതാണ് ശൈത്താൻ ഏറ്റവും ആദ്യം വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാവാൻ പോണ പ്രശ്നങ്ങള് ആലോചിക്കാന് അവൻ സമ്മതിക്കുകയില്ല. നീ മുന്നിലൂടെ വരുന്ന പറയുന്നതിന് വേറെ അർത്ഥമുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു കാറ് വേണേൽ ഇപ്പോഴും ആ കാറിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കും. നമുക്ക് നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിക്കാൻ നിന്നാ പിന്നെ അതിനാ നേരം ഉണ്ടാവുള്ളൂ. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുന്ന സമയം ഉണ്ടാവില്ല. ഞാൻ വെയിറ്റ് കൂടിയാ കുറഞ്ഞ ഇനി ഈ രസമാണോ രസം, മറ്റേ രസമാണോ രസം, ഏത് രസത്തിലാണ് കൂടുതൽ ഭംഗി, ഏത് രസമൊക്കെ വൃത്തി, ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറിയില്ല. പിന്നെ പലർക്കും പല ആഗ്രഹങ്ങളാവും. ചിലർക്ക് വലിയ വീട് കിട്ടാനാവും. അങ്ങനെ അത് വേണം ഇത് വേണം എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തോട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാനാണ് ഇബ്ലീസിന് ഇഷ്ടം. സൂറത്ത് നാസില് അതാ നമ്മളോട് പറയണ്ടേ, അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവർ എന്ന്. സുദൂർ, ഹൃദയം എന്ന വാക്ക് അറബി ഭാഷയില് അത് നമ്മുടെ ഇമോഷൻസിനെയും വികാരങ്ങളെയും കൂടി സുദൂർ തന്നെയാണ് പറയാം. അതായത് നമ്മുടെ ദേഷ്യം, പേടി, സ്നേഹം, അത്യാഗ്രഹം, നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു ഇമോഷൻസും ഏതൊരു ഫീലിങ്സിനും അതിന് സുദൂർ എന്ന് തന്നെയാണ് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തോടെ
ഇഷ്ടം തോന്നണേല് അത് നമ്മുടെ ഹൃദയത്തിലാണ് തോന്നിക്കുന്നത്. ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കാണുമ്പോൾ പിന്മാറുണ്ടെങ്കിലും അതും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മടി നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്, ആവേശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഫീലിങ്സ് പറയുന്നത് ഇതൊക്കെ നമുക്ക് അല്ല തന്നിട്ടുള്ള ഫീലിങ്സ് ആണ്. ഇത് മനുഷ്യന് വരുന്നത് സ്വാഭാവികമാണ്. ഇതൊക്കെ ഷെയ്ത്താന് ഉപയോഗിക്കാനും അവന് കൺട്രോൾ ചെയ്യാനും പറ്റും. ഈ ഇമോഷൻസ് വെച്ച് അവൻ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി നോക്കും. നമ്മുടെ ദേഷ്യം കൊണ്ടും സന്തോഷം കൊണ്ടും മടി കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ അവന് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു പരിധി വരെ നമുക്ക് ഈ ഫീലിങ്സ് വേണം, പക്ഷെ നമ്മളെ കൈകാര്യം ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാം. നമുക്ക് ആവശ്യമില്ലാത്ത ഫീലിങ്സ് നമ്മുടെ ഹൃദയത്തിൽ ഇബ്ലീസ് കൊടുന്നിടും, എന്നിട്ട് അവൻ നമ്മളെ കീഴടക്കും. ശരിയാണ്, എല്ലാവർക്കും ഭംഗിയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. ആർക്കാണ് നല്ല വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തത്? ശരിക്കും അള്ളാഹു നമുക്ക് പൂന്തോട്ടം വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നമുക്ക് മാളികകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുടെ മനോഹരമായുള്ള പൂന്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനോടുള്ള ആവേശം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളോടുള്ള ഇഷ്ടം വരുത്തിയിട്ട് അള്ളാഹ് നമ്മളെ സ്വർഗത്തിനെ ആകർഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഒരു സാധനത്തോട് നമ്മൾ അറ്റാച്ച് ആയിരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇബ്ലീസ് എന്താ ചെയ്യണത്? ഈ ഫീലിങ്സ് ഒക്കെ ഒരു സമനിലയിൽ വേണം നമ്മൾ കൊണ്ടുപോകാന്. അത് അവൻ തെറ്റിക്കും. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, അതിന് പിന്നിൽ എന്ത് പ്രശ്നമൊക്കെ വന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവൻ നമ്മൾ എത്തിക്കും. ഇങ്ങനത്തെ ചിന്ത നമ്മുടെ മേലെ അവൻ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുന്നതും പിന്നെ ഇബ്ലീസ് ഇതാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറയണേ, നമ്മുടെ മുന്നിൽ ഒരു ഓഫർ വെക്കാണ്. ആള് വന്നിട്ട് പറയണേ, എനിക്കൊരു മാളിക ഉണ്ട്, ഇതാണ് അതിന്റെ ഫോട്ടോ, നല്ല ഭംഗിയുള്ള മാളികയാണ്, അതിലൊരു ബീച്ച് ഉണ്ട്, അതൊരു പാറയുടെ മേലെയാണ്, അതിന് മുന്നിൽ നല്ല പൂന്തോട്ടം ഉണ്ട്, നല്ല ഭംഗിയുള്ള വ്യൂ, നല്ല കാഴ്ച കാണാൻ പറ്റും, എല്ലാ ഇന്റീരിയർ വർക്ക്സും എല്ലാ എക്സ്റ്റീരിയർ വർക്ക്സും കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ടത് അതൊക്കെ ആ വീട്ടിലുണ്ട്. എന്നിട്ട് ആള് പറയണേ, ഇതിന് കോടികൾ വരും, പക്ഷെ ഞാൻ നിങ്ങളുടെ നിന്ന് വെറും 20,000 രൂപ മാത്രമേ ഇത് വാങ്ങുള്ളൂ. ആദ്യം നമ്മളെ ശരിക്കും കിട്ടും, എന്നിട്ട് നമ്മളിതൊന്നും വിശ്വസിക്കൂല, അത് തട്ടിപ്പാ പറയും. 20,000 രൂപക്ക് ഇപ്പൊ ഈ വീട് വിൽക്കാൻ നിൽക്കല്ലേ എന്ന് വെക്കും. അപ്പൊ ആൾ നമ്മളെ കൂടുതൽ ഇങ്ങനെ പ്രേരിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് ആ ഓഫറിനെ പറ്റി വീണ്ടും പറയും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചെയ്യും, അത് ഉറപ്പാണ്, 20,000 രൂപക്ക് ഞാൻ തരാം, പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, അതെന്താ വെച്ചാല് നിങ്ങൾക്ക് അതിലെ 15 വർഷം കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റുള്ളൂ, പക്ഷെ 20,000 രൂപ എനിക്ക് ഇപ്പൊ തന്നെ വേണം. അപ്പൊ നമ്മൾ എന്തായാലും ആ ഡീലിങ്ങിനെ സമ്മതിക്കില്ല, ഇത് തട്ടിപ്പാന്നറിയും. പക്ഷെ ശരിക്കും അള്ളാഹ് ഇതാണ് നമ്മുടെ മുന്നിൽ ഓഫർ ചെയ്യുന്നത്. അള്ളാഹ് പറയണേ, എൻ്റെ കയ്യിൽ സ്വർഗമുണ്ട്, അതിനു വേണ്ടി ഞാൻ അധികമൊന്നും നിന്നോട് ചോദിക്കണില്ല, പക്ഷെ നിനക്കിപ്പൊ പോവാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ ശൈത്താൻ വന്നിട്ട് പറയണേ, ഞാൻ നിനക്ക് സ്വർഗത്തിലെ മാളികൊന്നും തരില്ല, ഞാൻ നിനക്ക് അതിനേക്കാൾ കുറച്ചേ തരുള്ളൂ, പക്ഷെ ഞാൻ നിനക്ക് എന്താ വേണ്ടത് അതിപ്പൊ തരാം, ഇപ്പൊ ഞാൻ അനുഭവിച്ചോ, അത് ഭയങ്കര ചീപ്പാണ്, ഇപ്പൊ നിങ്ങൾ എടുത്തോ, അത് നമുക്ക് നല്ല എളുപ്പമാണ്, എനിക്കൊന്നും തരണ്ട. അത് നമ്മളോട് 20,000 രൂപ, നേരത്തെ പറഞ്ഞ പോലെ 20,000 രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും, പക്ഷെ ഇബ്ലീസ് പറയുന്നത് ഒന്നും തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മളോട് ശൈത്താൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. നമ്മളോട് ഒരാൾ വന്നിട്ട് പറയണേ, എനിക്ക് സാധനം വേണം, പക്ഷെ ഞാൻ അടുത്ത മാസം ആ കാശ് തരുള്ളൂ, പക്ഷെ വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയണേ, എനിക്ക് ഈ സാധനം വേണം, ഞാനിപ്പൊ തന്നെ കാശ് തരാം, പക്ഷെ 10% ഡിസ്കൗണ്ട് വേണമെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആർക്കാ കൊടുക്കുക? ഈ 10% ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കും. ഇതാണ് മനുഷ്യർ. അവർക്ക് വലുതല്ല വേണ്ടത്, പെട്ടെന്നാണ് വേണ്ടത്. ശൈത്താൻ നമ്മുടെ ഈ വീക്ക്നെസ്സിലാണ് കയറി പിടിക്കുന്നത്. അവൻ നമ്മളോട് വന്നിട്ട് പറയാണ്, നീ എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്, എന്തിനാ നിനക്ക് ഇത്ര ക്ഷമ, എന്തിനാ ഇങ്ങനെ സബർ ചെയ്യണേ, എന്താ എനിക്ക് ഇപ്പൊ തന്നെ ആ സാധനം സ്വന്താക്കിയ, എനിക്ക് ഇപ്പത്തെ സന്തോഷം വേണ്ടേ, ഇതിന്റെ മുന്നിലുള്ളത് എന്റെ മുന്നിലിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ അവൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും, പക്ഷെ നമുക്കൊന്നും കാണാനില്ല, നമ്മുടെ മുന്നിലാണ്ട് വന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്താണ് വേണ്ടത്, അതിന്റെ പിന്നിലെ നമ്മളെങ്ങനെ പറഞ്ഞേക്കും. അതിനുശേഷം വരാൻ പോകുന്ന പ്രശ്നത്തിനെ പറ്റി നമ്മളെ ചിന്തിക്കാനേ സമ്മതിക്കില്ല.
അത് മറ്റുള്ളവർക്കൊരു പ്രശ്നമായാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അത് നമുക്ക് പോലും ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുകയില്ല. നമ്മൾ മുഴുവനായിട്ട് അവന്റെ നിയന്ത്രണത്തിലാവും. ഫ്രണ്ടിൽ നിന്ന് ഷെയ്ത്താൻ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞത് വലിയൊരു അറ്റാക്ക് തന്നെയാണ്. മിൻ ബൈനി ഐദീഹിം എന്ന് അള്ളാഹു പറയുന്നത് ഭാവിനെ പറ്റിയിട്ടാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ട്രാഫിക്കിന്റെ ഇടയിൽ നമ്മൾ പെട്ടു. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വലിയ ട്രക്ക് ഉണ്ട്. നമുക്കറിയില്ല മുന്നിലെ ട്രാഫിക്, ആ ട്രക്കിന്റെ മുന്നിലുള്ള ട്രാഫിക് എത്രത്തോളം മോശമാണെന്ന് നമുക്കറിയില്ല. ട്രക്ക് നല്ല വലുതാ, നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് നോക്കാൻ പോലും പറ്റണില്ല. അതാണ് ശരിക്കും ഷെയ്ത്താന് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഫ്രണ്ടിൽ ശരിക്കും ഉള്ളത് അള്ളാഹുവിനായിട്ടുള്ള കണ്ടുമുട്ടലാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അള്ളാഹുടെ മുന്നിലാണ് പോണ്ടത്. ആരത് ഇഷ്ടപ്പെട്ടില്ലേലും സമ്മതിച്ചില്ലേലും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അള്ളാഹുവിലേക്ക് അടുക്കുന്നത് കാണാന് ഷെയ്ത്താന് ഇഷ്ടമല്ല. അവന് വേണ്ടത് എന്താ വെച്ചാല് നമ്മളെ എപ്പോഴും ചിന്തിക്കേണ്ടത് ദുനിയാവിനെ പറ്റിയാവണം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടണത്, നമ്മുടെ ട്രിപ്പ് പോണത്, നമ്മുടെ ഹോളിഡേയ്സിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നാണ് അവന് ആഗ്രഹം. നമ്മുടെ അടുത്തുനിന്ന് ഭയങ്കര ദൂരെ കിടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവൻ നമ്മളെ സമ്മതിക്കില്ല. നമ്മുടെ അടുത്ത് എന്താ കിടക്കണത്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നത് എന്താ, അത് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് സമ്മതിക്കുള്ളൂ. ദൂരെ വെച്ചാല് LKG പഠിക്കുന്ന കുട്ടീനെ ഡോക്ടറാക്കണം, 10 വർഷത്തിനുള്ളിൽ വീട് വെക്കണം, ഇതൊന്നല്ല കേട്ടാ. നമ്മളുടെ ഒക്കെ ദൂരെ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന കാര്യമാണ്. ആ ദിവസമാണ് ദൂരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നേടി എടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കും. നമുക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. പക്ഷേ അതിലെവിടെയെങ്കിലും നമ്മൾ വീണ് പോയാൽ മുന്നത്തേക്കാൾ കൂടുതൽ നമ്മൾ പരിശ്രമിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മുന്നിലുള്ളതിനെ പറ്റി നമ്മൾ നോക്കണേ ഇല്ലെങ്കിൽ, ഒരു ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, ഒരു ടാർഗറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വെറുതെ അങ്ങോട്ട് ജീവിച്ചു പോകും. അതായത് ചില കുട്ടികളൊക്കെ അവർക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ ഓരോ ലക്ഷ്യം ഉണ്ടാവും. അതിനുവേണ്ടി അവർ നല്ല പ്ലാനൊക്കെ ഉണ്ടാക്കും. ഒരു വർഷം അവർ എൻട്രൻസ് എക്സാമിന് തോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിൽ അവർ കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് അവരത് നേടിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ വേറെയും കുട്ടികളുണ്ട്, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല. പൊട്ടി 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 ഒരു ക്ലാസ്സിൽ തന്നെ മുതിനരക്കണ വരെ അവിടെ ഇരിക്കും അവര്. ഇതാണ് ഷെയ്ത്താന് വേണ്ടത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു നല്ല വഴി കൂടെ പോവരുത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞിട്ടുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹുവിനായിട്ട് കണ്ടുമുട്ടണതാണ്. ആ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും ആദ്യം നമ്മൾ ചിന്തിക്കുക, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇത് പ്രശ്നത്തിൽ എത്തിക്കുമോ. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, അടുത്തൊരു കാലടി വെക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഒന്ന് ആലോചിക്കും, അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാ. പക്ഷെ ഇബ്ലീസ് ഈ ഒരു കാര്യം നമ്മുടെ മുന്നിൽ കാണാൻ സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയില്ല. നമുക്ക് തോന്നിയ പോലെ നമ്മൾ നടക്കും. നമുക്ക് അള്ളാഹുവിനെ പറ്റി ഒരു ചിന്ത ഉണ്ടാവില്ല. ഷെയ്ത്താൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വരിക പറയുമ്പോൾ അത് നമ്മുടെ ടെൻഷൻ ആവാം. വേറൊരു രീതിയിൽ നോക്കുമ്പോൾ അത് നമ്മുടെ ടെൻഷൻ ആവാം, നമ്മുടെ പേടിയാവാം. ഷെയ്ത്താൻ നമ്മുടെ ഭാവിയെ പറ്റി ആലോചിച്ച് ടെൻഷൻ എടുപ്പിക്കും. എൻ്റെ മക്കൾ ഇനി എന്താ ചെയ്യുക, എൻ്റെ മോൾക്ക് നല്ല ഭർത്താവിനെ കിട്ടിയില്ലേ, എൻ്റെ ഭർത്താവ് ഇപ്പൊ എന്താ ചെയ്യണ്ടാവുക, എൻ്റെ ഭാര്യ ഇപ്പൊ എന്താ ചെയ്യണ്ടാവുക, അങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചിട്ട് ആലോചിച്ച് നമ്മൾ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് തോന്നും അവരൊക്കെ നമ്മളാണ് ശരിക്കും കൺട്രോൾ ചെയ്യണത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവരുടെ ഭാവിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ചില അമ്മമാർ ടെൻഷൻ അടിക്കുന്നത് കാണാം, എന്താണ് എൻ്റെ മോൾക്ക് കുട്ടികൾ ഉണ്ടാവാത്ത. എന്നിട്ട് മോളെങ്ങനെ വിളിച്ചിട്ട് പറയും, അതാണ് എനിക്കൊരു കുട്ടീനെ ജനിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളല്ല ആഗ്രഹിക്കണത്, നമ്മളാണ് ആഗ്രഹിക്കണത്. അള്ള വിചാരിച്ചത് അള്ളത് അപ്പൊ തന്നെ കൊടുത്തിരുന്നു. ഇങ്ങനെ ദുനിയാവിന്റെ ഓരോ ആവശ്യങ്ങളെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഭാവിനെ പറ്റി ആലോചിച്ച് എനിക്കതില്ലല്ലോ എനിക്കതില്ലല്ലോ, ആ ഒരു ടെൻഷനാണ് നമുക്ക്. അതാണ് ഷെയ്ത്താന് വേണ്ടത്. അതെന്താ വെച്ചാല്
അല്ല നമുക്ക് തന്നിട്ടുള്ളതിൽ നമ്മൾ സന്തോഷിക്കരുത്, നമ്മൾ തൃപ്തിപ്പെടരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് മറക്കുകയാണ് അല്ലാഹ് ആണ് എല്ലാത്തിൻ്റെയും അധികാരി, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അള്ളയാണെന്ന്. നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ അധികാരിയല്ല. അവർക്കൊരു പ്രായം എത്തുമ്പോൾ പിന്നെ നമുക്ക് അവരും അള്ളയും തമ്മിലാണ് അവരുടെ കാര്യങ്ങൾ. നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ തീരുമാനങ്ങളൊക്കെ അവരുടെയാണ്. അത് കൺട്രോൾ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബിയോട് നേരെ തിരിഞ്ഞിട്ട് പറയുന്നത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുടെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളോട് വരെ പറയുന്നത് കാര്യം. എന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റുള്ളവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ശൈത്താനാണ് നമ്മളുടെ മനസ്സിൽ ഈ ചിന്തട്ടായിരുന്നത്, നമ്മളാണ് എല്ലാവരുടെയും അധികാരിന്ന്. നമ്മളത് ആഗ്രഹിക്കണം ആ അധികാരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ സത്യത്തിലൊക്കെ അള്ളാഹുടെ കയ്യിലാണ്. നമ്മള് ആരിനും അങ്ങനെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പോകാൻ നിൽക്കണ്ട. അതങ്ങനെ ചെയ്യാൻ പോയാൽ നമുക്ക് തന്നെ നല്ല തിരിച്ചടി കിട്ടും. അവരെ കൺട്രോൾ ചെയ്യാൻ പോയിട്ട് അത് പറ്റാണ്ടാവുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ ആവും, നമുക്ക് ടെൻഷൻ കൂടും. അങ്ങനെ നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡായിട്ട് നമ്മളിരിക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. ഇബ്ലീസ് ഈ ആയത്തിന്റെ അവസാനത്തിലും പറയുന്നത് ആ കാര്യം തന്നെയല്ലേ, അവരിൽ അധികം ആൾക്കാരെയും നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുന്നതല്ല. അതിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴും നമ്മൾ കുറെ പേരെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഭാവിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കും. എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ പണം ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക, ഞാൻ എങ്ങനെയൊക്കെ ചെലവാക്കുക, അതുകൊണ്ട് ഇപ്പൊ എന്താ ഞാൻ ചെയ്യാം, അവരെന്നെ പറ്റി എന്താ പറഞ്ഞിട്ടുണ്ടാവുക, അവരിപ്പോ എന്നെ പറ്റി എന്താ പറഞ്ഞിട്ടുണ്ടാവുക, അവരെന്താ ചെയ്യണ്ടാവുക, ഈ ഒരു ടെൻഷനിലാവും നമ്മളെപ്പോഴും. അങ്ങനെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾ തളർന്നു പോകും. നമ്മൾ മറന്നു പോവുകയാണ് അള്ളാഹുടെ കയ്യിലാണ് ഭാവി, നമ്മുടെ ആരുടെയും കയ്യിലല്ല. നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല സമാധാനം തോന്നിയിട്ടുണ്ടെങ്കിൽ, നല്ല സന്തോഷം തോന്നിയിട്ടില്ല, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടതല്ല, അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആണ് നമുക്ക് ആശ്വാസം തരുന്നത്. ഇതിനുള്ള കഴിവ് അള്ളാഹു ആണ് നമുക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് നമ്മൾ മറന്നു പോണത് എൻ്റെ ഫ്യൂച്ചറൊക്കെ ശരിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന്. ശൈത്താന്റെ ഒരു വലിയ തന്ത്രാണിത്. നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്, നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്നത്, അതൊന്നും ശരിയാവാൻ പോണില്ല. അതൊക്കെ കൊളാവുള്ള, അതൊക്കെ ചെയ്ത കൊളാവുള്ള, അത് നടക്കാൻ പോണ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടേ ഇല്ല. എന്തൊക്കെ ചെയ്താലും തോൽക്കുള്ളൂ. ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊടുത്തിട്ടേ ശൈത്താന്. അങ്ങനെ നമ്മളെ എപ്പോഴും നെഗറ്റീവായി മാറിയിട്ട് ഇതൊരു ഇൻഫെക്ഷൻ പോലെ നമ്മൾ മറ്റുള്ളവരുടെ മേത്തും പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ച് പാസ്സായി പറയും, അത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിനിപ്പോ ജോലി കിട്ടാൻ പോകണമെന്നില്ല. ഇതങ്ങനെ നമ്മുടെ ഒരു ശീലമായിട്ട് മാറിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹുടെ കാരുണ്യത്തിൽ എന്ത് വിശ്വാസമാണ് ഉണ്ടാവുന്നത്? പിന്നെ എന്ത് വിശ്വാസത്തിലാണ് അവർ ദുആ ചെയ്യണത്? ഒരാളും അള്ളയും തമ്മിലുള്ള റിലേഷൻ, അവരുടെ ബന്ധം, ആഴത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയോടെയാണ്, വിശ്വാസത്തിലൂടെയാണ്. ഇത് ആദ്യം തന്നെ മുറിച്ച് കളഞ്ഞിട്ട് അള്ളാഹുടെ അടുത്ത് പോയിട്ട് ദുആ ചെയ്തിട്ട് എന്താ കാര്യം? ശൈത്താൻ അങ്ങനെ പ്രതീക്ഷ ഇല്ലാണ്ടാക്കേണ്ട ചെയ്യണത്. ശൈത്താൻ എന്നതിന്റെ ഡെഫിനിഷൻ, അതിന്റെ അർത്ഥം തന്നെ പ്രതീക്ഷ ഇല്ല എന്നാണ്. ഇതേപോലെ നമ്മളെയും അവനെ ആക്കി മാറ്റാണ്. ഇതൊക്കെയാണ് അവന് മുന്നിലൂടെ ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വേറൊരു കാര്യം പറയണത് മനുഷ്യർക്ക് എപ്പോഴും ഒരു ഗോൾ ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ആവശ്യം ഉണ്ടാവും. അത് പലർക്കും പലതാവും. ഒന്ന് കഴിഞ്ഞോ ഒന്നാവും. ഒരു ജോലി കിട്ടിയിട്ട് വീട് വെക്കുക, വീട് വെച്ചിട്ട് കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ചാൽ മക്കളെ വളർത്തുണ്ടാക്കുക. ഇതേപോലെ എപ്പോഴും ഒരു ഗോൾ അവനുണ്ടാവും. ഇതൊക്കെ വേണം. പക്ഷെ ശൈത്താൻ എന്താ ചെയ്യണത്? ഉദാഹരണത്തിന് ഒരാള് മല കയറാൻ വേണ്ടിയിട്ട് പോവാം. ആളുടെ കയ്യിലൊരു കയറുണ്ടാവും. എന്നിട്ട് അതിന്റെ ഹുക്ക് ആള് മേലക്കെറിയും. ആളൊരു 20 അടി ഉയരത്തിലാണ് അത് എറിയണെച്ചെങ്കിൽ ആ ഹുക്ക് എറിഞ്ഞിട്ട് അത് എത്തണ വരെ ആള് പോകും. ഇനിയിപ്പോ അതിനും കൂടുതൽ ഒരു 30 അടിക്ക് ഉയരത്തിൽ അയാൾ എറിയുകയാണെച്ചെങ്കിൽ അതും വരെ അയാൾ പോകും. പക്ഷെ ഇബ്ലീസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹുക്ക് ഉണ്ടല്ലോ, ഇത് ഏറ്റവും അടുത്ത് കൊടുത്തിട്ട് വെക്കുകയാണ്. നമ്മൾ എറിയുമ്പോൾ ഏറ്റവും അടുത്ത് കൊടുത്തിട്ട് വെക്കുകയാണ്.
ഷെയ്ത്താൻ ചിലപ്പോ ഈ ഹുക്ക് നമ്മളുടെ ഇടുണ്ടാവുക പണത്തിന്റെ മേലാവും, എന്ത് കാര്യത്തിന്റെ മേലാവും. അവൻ വന്നിട്ട് തോന്നിപ്പിക്കും ഇത്രയും കാശുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു, അതൊക്കെ നടത്താൻ പറ്റിയിരുന്നു. സുബ്ഹാനല്ലാഹ് നടത്തി തരുന്നത് റബ്ബല്ലേ. അങ്ങനെ ഓരോ ആവശ്യങ്ങളും നമ്മൾ നടത്തിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ ശരിക്കും ഉള്ള ഗോള്, അത് ശരിക്കുള്ള ഗോള് വെച്ചാല് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ച് മുന്നേ പറഞ്ഞ ആവശ്യങ്ങള് നടത്തണേക്കാള് പ്രയാസമാവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശരിക്കുള്ള ഗോൾ ഇതാക്കുമ്പോ. അതിലേക്ക് നമ്മൾ അടുക്കുമ്പോ ഒരു 10-30 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരും. ശൈത്താൻ നമ്മളപ്പോ നമ്മുടെ മുന്നിൽ വന്നിട്ട് ചെറിയ ചെറിയ ഓരോ ഗോൾസ് കൊണ്ടു വെക്കും. എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് ഇപ്പൊ ചില ലക്ഷ്യമുണ്ട്, എൻ്റെ ജോലിനെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്, എൻ്റെ പഠനത്തിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ചിന്തയുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യമല്ല, അത് ഭയങ്കര വലുതാണ്. നമ്മൾ ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലമുള്ളൂ. ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ടോ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടോ വീട് വെക്കാനോ ഒന്നല്ല നമ്മൾ അയച്ചേക്കുന്നത്. ഇതൊക്കെ ഇവിടെ വിട്ടിട്ട് നമ്മൾ പോണം. നമ്മളിവിടെ അയച്ചേക്കുന്നത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്. അങ്ങനെ സ്വർഗത്തിലെത്തണം. അങ്ങനെ അവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനൊരു ലക്ഷ്യം നമുക്ക് വന്നാല് നമ്മുടെ പഠിത്തം കൊണ്ട് എന്തൊക്കെ നന്മ നമുക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ സമ്പാദ്യം കൊണ്ട് എന്തൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ വീട് കൊണ്ട് എന്തൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ വണ്ടി കൊണ്ട്, എൻ്റെ ഏതൊരു കാര്യം കൊണ്ടും എന്തൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയിലായിട്ട് നമ്മൾ മാറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ് ആ ഒരു ലെവലിൽ അള്ളാഹനെ നമ്മളെ ആ ഒരു ലെവലിൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ശൈത്താനെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ തടയണം. ഇനി ഫ്രണ്ടിൽ നിന്ന് ആക്രമിക്കുന്നതിന് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്ക് വരാനുള്ള കാര്യങ്ങള് നമ്മുടെ മുന്നിലുള്ളത്, ചിലവരുടെ മുന്നില് പണം ഉണ്ടാവും, അത് അള്ളാഹ്ക്കാണ് അറിയുള്ളൂ. ചിലവരുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടാവും, അതും അള്ളാഹ്ക്കാണ് അറിയുള്ളൂ. ചിലവരുടെ മുന്നിൽ ഒരുപാട് സന്തോഷം കിടക്കുന്നുണ്ടാവും, അതും അള്ളാഹ്ക്കാണ് അറിയുള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യം എന്താന്ന് നമുക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഉള്ളതാണ് സമയം എന്ന് പറയുന്ന കാര്യം. ചിലപ്പോ നമുക്കൊക്കെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ. അള്ളാഹു അല എത്രയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പാണ് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ സമയം ഉണ്ട് എന്നുള്ള കാര്യം. ഇത് കുറച്ചായാലും ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും, ഇനിയിപ്പോ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ തന്നെ അതുണ്ട്. ശൈത്താന് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഉപദ്രവിക്കുമ്പോ നമ്മൾ ഈ സമയത്തിന് ബഹുമാനം കൊടുക്കില്ല. നമുക്ക് കുറേ സമയമുള്ളതായിട്ട് ശൈത്താൻ തോന്നിപ്പിക്കും. പക്ഷെ ശരിക്കും നമുക്ക് കുറച്ച് സമയമുള്ളൂ. തിരക്ക് കൂട്ടണ്ടെന്ന് തോന്നിപ്പിക്കും. ഇനി തിരക്ക് കൂട്ടിണ്ടേനെ അത് നമ്മുടെ ദുനിയാവിന്റെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരക്ക് കൂട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനത്തിനോട് തിരക്ക് കൂട്ടാൻ ശൈത്താൻ നമ്മളെ സമ്മതിക്കില്ല. അപ്പൊ ലോഹറ നമസ്കരിക്കേണ്ട സമയമായാല് ഇനിയും സമയമുണ്ടല്ലോ കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷെ എന്തെങ്കിലും ഗെയിം കളിക്കുകയെന്ന് വെച്ചാൽ ഇതിന്റെ ലെവൽസ് വേഗം തീർത്ത് ഇവന്റ് തീർക്കാനും, സീരീസ് കാണുക വെച്ചാല് അത് വേഗം കണ്ട് തീർത്തിട്ട് അടുത്തത് എന്താണ്ടാവാന്ന് നോക്കി നമ്മളിരിക്കും. പക്ഷെ നിസ്കരിക്കാനാണ് വെച്ചെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇനിയും സമയമുണ്ടല്ലോ പറഞ്ഞ് നമ്മളിരിക്കും. അങ്ങനെ 10-20 മിനിറ്റ് ഫ്രീ കിട്ടുമ്പോൾ ഫോൺ എടുത്തിട്ട് ഓരോന്ന് വെറുതെ നോക്കിയിരിക്കാണ്ട് ഹൈറായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മുടെ സമയം വെറുതെ കളയാനും ശൈത്താന് നല്ല ഇഷ്ടമാണ്. ഇത് നിസ്സാരമായിട്ട് നമ്മൾ വലിച്ചെറിയും. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള സമയം വെറുതെ കളയും. അതിങ്ങനെ ഈ സമയം ഇങ്ങനെ കളയുമ്പോൾ നമുക്ക് വീണ്ടും നിരാശ കയറുകയാണ്. നമ്മുടെ പ്രതീക്ഷ വീണ്ടും ഇല്ലാണ്ടാണ്. നമ്മൾ വീണ്ടും നന്ദിയില്ലാത്തവരായി മാറിയാണ്. ഇങ്ങനെ പല രീതിയിൽ ശൈത്താനെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഉപദ്രവിക്കും. അള്ളാഹുവോട് ദുആ ചെയ്യുക ഈ ആക്രമണങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ കാര്യങ്ങളിലും യാഥാർത്ഥ്യമായ സത്യാവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാം. നമുക്ക് ഇബ്ലീസിന്റെ ആക്രമണം മനസ്സിലാവണമെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിയുന്ന വേണം. നമ്മളെ എല്ലാത്തിന്റെയും പുറന്തോല് മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ സ്കിന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിലുള്ള ആപ്ലിക്കേഷൻസ്,
അതിന്റെ ഒരു ഹോം പേജും കളറും ഐക്കൺസും മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ അത് വർക്ക് ആവണമെന്ന് വെച്ചെങ്കിൽ അതിന് പിന്നിലൊരു സോഴ്സ് കോഡ് വേണം. ഇപ്പൊ മെഷീൻസ് ആണെങ്കിൽ നമ്മൾ അത് വർക്ക് ആവണമെങ്കിൽ അതിന് എൻജിൻ വേണം. പക്ഷെ നമ്മൾ അവിടെ അതിന്റെ ഒരു പുറം തോല് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളുടെ മുന്നിലുള്ളത് നോക്കാനല്ലാണ്ട് അതിന്റെ അപ്പുറത്ത് നോക്കാൻ നമ്മൾ ശ്രമിക്കണില്ല. അതാണ് നമ്മുടെ ഒക്കെ പ്രശ്നം. ഖുർആൻ നമ്മുടെ കണ്ണുകളോണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലുള്ള കണ്ണുകൊണ്ട് നോക്കാൻ ശ്രമിച്ചാൽ എല്ലാതും മാറും. ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ, ഇതിന്റെ ശരിക്കുമുള്ള ആവശ്യം എന്താ, അങ്ങനെ നമ്മളെ ചിന്തിച്ചാൽ നമ്മുടെ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കണം, ഏത് സാധനങ്ങൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്, ഏത് കാര്യങ്ങൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഏത് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, എന്താണ് ഞാൻ ക്ഷമിച്ച് കാത്തിരിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സബർ ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. ശൈത്താൻ വന്നിട്ട് തെറ്റായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവൻ മാറ്റും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മുൻഗണന കൊടുക്കാൻ പ്രേരിപ്പിക്കും. ഇതപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് പുതുക്കിക്കൊണ്ടിരിക്കണം. ഒരു വട്ടം ഞങ്ങളൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടും കാര്യമില്ല. ഇത് എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ നേരിട്ട് മാറുന്നുണ്ടോ, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് മാറുന്നുണ്ടോ, ഇപ്പോഴും ചോദ്യം ചെയ്യുക സ്വന്തത്തോട്. ഞാൻ എന്തിനാണ് ശൈത്താൻ ഇഷ്ടമുള്ള കാര്യത്തിന് പിന്നാലെയാണോ പോണത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് പിന്നാലെയാണോ പോണത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തും സമയത്തിനും സ്ഥാനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ. ഇബ്ലീസിന്റെ വസ്വാസുകൾക്ക് ഉത്തരം കൊടുക്കാണ്ട് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ. ഇബ്ലീസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അവനെ നമ്മളെ വഴിതെറ്റിക്കണ വഴികൾ പഠിച്ച് അതിനെ എതിർത്ത് അള്ളാഹുടെ നല്ല രീതിയിൽ അള്ളാഹുടെ നല്ല അടിമകളായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അത് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ശൈത്താൻ എങ്ങനെയാണ് നമ്മളെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കാം. വമിൻ ഖൽഫിഹിം, നമ്മുടെ പിന്നിൽ എന്താണുള്ളത്, നമ്മുടെ പിന്നിൽ നോക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുക ഹിസ്റ്ററി. ഒരു ദിവസം കഴിഞ്ഞു പോയാൽ അത് പിന്നെ നമ്മുടെ പിന്നിലാണ്. ഇത് പിന്നെ നമുക്ക് തിരിച്ചു വരികയില്ല. ശൈത്താൻ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം വെച്ചിട്ടാണ്. നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതം, അതിലുണ്ടായ പ്രശ്നങ്ങള്, അനുഭവങ്ങള്, ഇതെല്ലാം അവൻ ഉപയോഗിക്കും. ഇതെന്തുകൊണ്ടാ വെച്ചാ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ അനുഭവങ്ങൾക്ക് കാരണം. ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം നമ്മളാണ്. ഈ അനുഭവങ്ങളൊക്കെ പല രീതിയിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെ ചിന്തിക്കുന്ന രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഇമോഷൻസിനെ വികാരങ്ങളും ഒക്കെ ബാധിക്കും. ചിലപ്പോൾ അത് നമ്മുടെ ഇനി വരാനുള്ള കാര്യങ്ങളെയും വരെ ബാധിച്ചെന്ന് വരും. ഒരാൾക്ക് ഒരു വട്ടം കാർ ആക്സിഡന്റ് ഉണ്ടായാൽ പിന്നെ ആള് വണ്ടി ഓടിക്കുന്നത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഓടിക്കൊള്ളാം. ഒരു തെറ്റായിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് കാരണം പ്രശ്നം ഉണ്ടായാല് അവര് പറ്റിച്ചാൽ പിന്നെ അവരായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം തന്നെ മാറും. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണ കാര്യങ്ങളെ വരെ മാറ്റും. ഇനി ശൈത്താന്റെ ജോലി എന്താ വെച്ചാല് നമ്മൾ നല്ല വഴി കൂടെ പോകുമ്പോ ഏതേലും രീതിയിലും വന്നിട്ട് കുഴപ്പമുണ്ടാക്കും. ശൈത്താൻ എന്താ ചെയ്യാച്ചാ നമ്മുടെ അടുത്ത് നമ്മുടെ പാസ്റ്റ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളാണ് ചിന്തിക്കണത് എന്ന്. പക്ഷെ ശരിക്കും നമ്മളല്ല ഇത് ചിന്തിക്കണത്. നമ്മുടെ തലയിൽ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിൽ കൊടുത്തിട്ട് ശൈത്താൻ ഇട്ട് തരുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് അവന് ഒരുപാട് നേടിയെടുക്കണ്ട്. നമുക്ക് തോന്നാറില്ല ഇതൊക്കെ ഞാൻ തന്നെയാണോ ചിന്തിക്കണത്, പക്ഷെ സത്യത്തിൽ അത് ശൈത്താൻ ഇട്ട് തരുന്ന വസ്വാസകളാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് വീണ്ടും നമ്മളെ തട്ടിയിടാൻ വേണ്ടിയിട്ടാ. ഒരു ഉദാഹരണത്തിന് നമ്മൾ കൂടുതൽ നല്ല ആളായിട്ടുണ്ടാവും, മുന്നത്തേനാട് കൂടുതൽ നല്ല ആളായിട്ടുണ്ടാവും, നിസ്കാരം ഒക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ടാവും, മുന്നത്തെക്കാളും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടാവും. അള്ളാഹ് നിഷേധിച്ചതിനൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിച്ചിട്ടുണ്ടാവും. അള്ളാഹ് ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങളാവും നമ്മൾ ചെയ്യണ്ടാവുക. നമ്മൾ അള്ളാഹിനെ ഒരു രീതിയിലും അനുസരണക്കേട് കാണിക്കാണ്ട് നമ്മൾ നല്ലോണം നന്നായിട്ടുണ്ടാവും. പഴയതിനേക്കാളൊക്കെ നന്നായിട്ടുണ്ടാവും. അതേപോലെ വേറെ ആൾക്കാരുണ്ടാവും. അവരെ പറ്റിയിട്ട് ആദ്യം പറയാം.
ആ ആൾക്കാരെന്താ വെച്ചാല് നേരെ തിരിച്ചാവും. നേരത്തെ പറഞ്ഞിട്ട് അവരെന്താ പറയാ, ഞാൻ നല്ലൊരാളായിരുന്നേ, നിസ്കരിക്കുമ്പോ നല്ല ഖുശൂഒക്കെ കിട്ടിയിരുന്നെ, ഇത് കരച്ചിലൊക്കെ വരും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ കണ്ണീന്ന് കണ്ണീര് വന്നതാന്ന് എന്നാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അള്ളാഹുവിനായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ലോണം അള്ളാഹുവിനെ ഓർത്തിരുന്നു, നല്ല ദിക്ർ ചെയ്തിരുന്ന ആളായിരുന്നു. എപ്പോഴും ഞാന് ദുആ ചെയ്തിട്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴുള്ള ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, ബാത്റൂമിൽ പോകുമ്പോഴുള്ള ദുആ, പുറത്തിറങ്ങുമ്പോഴുള്ള ദുആ. അള്ളാനെ ഏതൊരു കാര്യത്തിലും ഞാൻ അള്ളാനെ പറ്റിയിട്ട് ഓർക്കാനാണ് ശ്രമിച്ചിരുന്നത്. എന്റെ വാക്കുകളൊക്കെ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോ മോശം വാക്കുകളൊക്കെയാണ് പറയാറ്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് മറ്റുള്ളവരോട്. ഞാൻ പെരുമാറുമ്പോൾ നല്ലോണം ദേഷ്യമാവും, മറ്റുള്ളവരെ പറ്റി ഞാൻ നല്ലോണം കുറ്റം പറയും. ഞാൻ ആകെ മാറിപ്പോയി. പക്ഷെ ഞാൻ മുന്നേ ഭയങ്കര നല്ല ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. നമ്മളായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർ മുന്നേ നല്ല ആളായിരുന്നുണ്ടാവും. അപ്പൊ ശൈത്താൻ വന്നിട്ട് ആളോട് പറയാണ്, ആ ഒരു ആള് മരിച്ചുപോയി, ഇനി നിനക്ക് ഒരിക്കലും പഴയ പോലെ ആവാൻ പറ്റില്ല, നീ ഇപ്പൊ ഇങ്ങനെയാണ്. അങ്ങനെ അവൻ നമ്മളെ ചെയ്യണ പരിശ്രമങ്ങള് നമ്മളെ വീണ്ടും പഴയ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് അവൻ നിർത്തിക്കും. പക്ഷെ ശരിക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ജീവിക്കാൻ പറ്റും. മുന്നേ നമ്മൾ നല്ല ആളായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ തളരരുത്. ഒരു വട്ടം നമ്മൾ തെളിയിച്ചതാണ് നമ്മളെ കൊണ്ട് അത് പറ്റുന്നത്. നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നേല് നമുക്കത് അള്ളാഹുടെ സഹായം ഉണ്ടെങ്കിൽ മരണം വരെ അത് ഇനി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഇബ്ലീസാണ് നമുക്ക് പഴയ പോലെ ആവാൻ പറ്റില്ല പറഞ്ഞിട്ട് തളർത്തണത്. എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ട് കൂട്ടിയ താങ്ങൂല, ഇതൊക്കെ പറയുന്നത് ചിലപ്പോ ശരിയാവും. പക്ഷെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ കൂട്ടിയ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാ. മുന്നേ നമുക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് നല്ലോണം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ചിലപ്പോ നമുക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിന്ന് വരില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചൂടെ? എല്ലാം ആദ്യം മുതൽ തുടങ്ങണേല് ആദ്യം മുതൽ തുടങ്ങിക്കോ. ദുആ ചെയ്യുക, അള്ളാഹ് സഹായിക്കുക തന്നെ ചെയ്യും. ശൈത്താനെ പിന്നീട് ആക്രമിക്കാൻ സമ്മതിക്കരുത്. ആ ഒരു കാര്യം അത് എന്തായാലും നല്ലതാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നും ഹറാമാണെങ്കിൽ അതിലോട്ട് ഇനി വീണ്ടും പോവാതിരിക്കാൻ പറ്റുമെന്നും നമ്മളൊരു വട്ടം തെളിയിച്ചതാണ്. അപ്പോ അതിനുള്ള ശക്തിയും കഴിവും നമുക്കുണ്ട്. ശൈത്താൻ തോന്നിക്കാൻ നമുക്ക് അതൊന്നും ഇല്ലാന്ന്, ഇനി അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാന്ന് പോയി വന വെക്കാൻ പറയാ. ഈ ആരത് തീരുമാനിക്കാൻ? ഞാൻ ശ്രമിക്കും, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്നെ സഹായിക്കുന്ന പറഞ്ഞിട്ട് നമുക്ക് അവനെ തളർത്താം. അവൻ നമ്മൾ തളർത്താൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മളുടെ മാറ്റത്തിന് കാരണം ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളാവും. അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ അവനത് കയറിയിട്ട് മുതലെടുക്കും. അവൻ അവിടെ കയറിയിട്ട് അള്ളാനായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, ആ ബന്ധമാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ അള്ളാഹുടെ അടുത്തുനിന്ന് നമ്മൾ ആദ്യം കുറച്ച് അകന്നിട്ട് പിന്നെ തോന്നിപ്പിക്കും ഇനി ഒരിക്കലും എനിക്ക് പഴയ പോലെ അള്ളാനായിട്ട് അടുക്കാൻ പറ്റില്ല എന്ന്. ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്ന എന്തേലും ഉണ്ടായ ചിലപ്പോ നമ്മുടെ ലൈഫ് തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ചില ആൾക്കാർ എന്തെങ്കിലും കണ്ടിട്ട് പേടിക്കുക, പിന്നെ അവർക്കത് മെന്റലി ഭയങ്കരമായിട്ട് ബാധിക്കും. മരണം വരെ അയാള് ആ ഒരു അവസ്ഥയിലാവും. ചിലർക്ക് അവരുടെ മക്കളെ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിൽ നിന്ന് മാറി വരാൻ നല്ല ബുദ്ധിമുട്ടാവും. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമ്മുടെ ലൈഫിൽ പഴയ പോലെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്കിയാലും പറ്റാത്ത ചില അവസ്ഥകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിൽ നമ്മൾ വിഷമിക്കണത് തെറ്റൊന്നുമല്ല. അതേപോലെ എന്തെങ്കിലും കണ്ട് പേടിച്ചാല് വയ്യാണ്ടാവൊക്കെ ചെയ്താല് അതിൽ ചെയ്താനൊന്നുമില്ല, അതിൽ ചെയ്താൻ പങ്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഫീലിങ്സ് അവന് മുതലെടുക്കും. എന്നിട്ട് അള്ളാനായിട്ടുള്ള ബന്ധം അങ്ങോട്ട് മുറിപ്പിക്കും. അവന് തോന്നിപ്പിക്കും, ഈ നിസ്കരിച്ചിട്ട് ഇനിയിപ്പോ എന്താ കാര്യം, എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല, ഇനിയിപ്പോ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇനി സന്തോഷമുള്ള ദിവസങ്ങളൊന്നും എനിക്ക് വരാൻ പോണില്ല. ഇങ്ങനെയാണ് ശൈത്താൻ നമ്മളെ പിന്നീന്ന് ആക്രമിക്കുന്നത്.
അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാ റബ്ബെ എനിക്ക് ഇങ്ങനെ ഉണ്ടായി, ഇത്രയും പ്രയാസം ഇതിനെ എനിക്ക് തന്നെ, എന്താ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യണേ? ഇത് നമുക്കുള്ള പരീക്ഷണാണെന്ന് മനസ്സിലാക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണുണ്ട്. ചിലത് നല്ല പ്രയാസമുള്ള, ചില ബുദ്ധിമുട്ടുള്ള പരീക്ഷണങ്ങളാവും. താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ടും ക്ഷീണിച്ചിട്ടുണ്ടാവും. ഷെയ്ത്താൻ എന്താ വേണ്ട വെച്ചാൽ നമ്മള് ഇപ്പോ നിക്കണോടത്ത് തന്നെ നിക്കണം. പഴയതിനെ പറ്റി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാ അത് എനിക്ക് സംഭവിച്ച്, എന്തുകൊണ്ടാ അതൊക്കെ സംഭവിച്ച്, എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെയെന്നുള്ളത് ചിന്തിപ്പിച്ചിട്ട് നമ്മളെ എപ്പോഴും ഷെയ്ത്താൻ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. നമ്മളെന്നിട്ട് നമുക്ക് തോന്നും, ചിലപ്പോ ഞാൻ ശബ്ദപ്പെട്ടവനായോണ്ടാവും, ഞാൻ ചീത്ത ആളായോണ്ടാവും, അതുകൊണ്ടാവും അല്ലാത്ത എന്നോട് ദേഷ്യം, അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇതന്നെ നമ്മൾ ഏത് നേരം ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷെ ഇത് കുറേ മുന്നേ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യമാവൂട്ടാ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേറെ കുറേ വഴികൾ അവ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ പ്രശ്നത്തിന് പകരം വേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ മൈൻഡ് ആക്കാണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. ഷെയ്ത്താന് ഈ ഒരു അവസ്ഥയെന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സമ്മതിക്കില്ല. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാണ്ടാക്കും. കാരണം അവൻ എന്താണോ തോന്നിയത് അത് തന്നെയാണ് നമ്മുടെ അടുത്താണെന്ന് തോന്നിപ്പിക്കുന്നത്. അവന് അള്ളാടെ അടുത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവന് വിചാരിച്ചത് അവനൊരു തിരിച്ചുവരവ് ഇല്ല എന്നാണ്. അവന് അള്ളാഹ്ക്ക് വെറുപ്പാണെന്നാണ്. പക്ഷെ അള്ളാഹ് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, റഹ്മാനാണ്, റഹീമാണ്. അവനും അപ്പൊ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ അവനും അള്ളാഹ് പുറത്തു കൊടുത്തിരുന്നു. സുബ്ഹാനല്ലാഹ്. അവന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതന്നെ അവന് നമ്മുടെ മനസ്സിലും കുത്തിവെക്കും. അങ്ങനെ കുത്തിവെച്ചിട്ട് അള്ളാഹുടെ കാരുണ്യത്തിന്റെ പ്രതീക്ഷ അവൻ ഇല്ലാണ്ടാക്കും. അപ്പൊ വീണ്ടും ഈ ആയത്തിൽ അവസാനം പറഞ്ഞ പോലെ നമ്മള് നന്ദിയില്ലാത്തവരായി മാറും. നമ്മളോട് ആരേലും എന്തേലും തെറ്റ് ചെയ്താ ചൂടാവണ്ട. അള്ളാഹോട് ചോദിക്കുക പോലും ചെയ്യേണ്ട, എന്തിനാ അള്ളാഹ് ഇങ്ങനെ ഒരു വിധിക്ക് തന്നത്, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത്രമാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേന്നൊന്നും നമ്മൾ ചോദിക്കേ വേണ്ട. എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഖുറാനിലെ പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ കാണാം. പ്രവാചകത്തിന് മുന്നേ പ്രവാചകത്വം അവർക്ക് കിട്ടണേക്കാൾ മുന്നേ തന്നെ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തന്നെ എടുത്ത് നമുക്ക് നോക്കിയാല് ചെറുപ്പത്തിലേ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് മാറി മാറി പോവുകയാണ്. ഉപ്പപ്പ അങ്ങനെ മരണപ്പെട്ടു. ആരൊക്കെ സ്നേഹിക്കണം അവരൊക്കെ മരണപ്പെടുകയാണ്. നമുക്കത് ആലോചിക്കുമ്പോൾ അതൊരു ചരിത്രമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവുള്ളൂ. ശരിക്കും ഒരു കുട്ടിയുടെ സ്ഥാനത്ത് നിന്നിട്ട് അതൊന്ന് ചിന്തിച്ചു നോക്കാം. ആ കുട്ടീനെ അത് എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും, സങ്കടം ഉണ്ടാക്കുന്നത്. ഇനി ഒരു ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ മക്കൾ മരണപ്പെടുമ്പോ എത്രമാത്രം വിഷമം ഉണ്ടാവും. ഒരു ഉമ്മയും ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ അവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. സുബ്ഹാനല്ലാഹ്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ടില്ലേ? കുട്ടി മരിക്കുമ്പോ എല്ലാ പാരന്റ്സും വിചാരിക്കും, എന്താ എൻ്റെ കുട്ടി ഇത്ര പെട്ടെന്ന് പോയി, എൻ്റെ കുട്ടിക്ക് എന്താ ഇങ്ങനത്തെ ഒരു വിധി. വേറെ കുട്ടികളെ ഇങ്ങനെ ഓടി കളിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വിഷമാവും. ആ കുട്ടീനെ, അവരുടെ മരിച്ചുപോയ കുട്ടീനെ പറ്റിയിട്ട് അവർക്ക് ഓർമ്മ വരും. സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സങ്കടം വരും. ഇതിലൂടെയൊക്കെ പ്രവാചകന്മാരും കടന്നു പോയിട്ടുണ്ട്. ഇതിൽ കൂടെ ഞാൻ നിങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ അതൊരിക്കലും അള്ളാഹ് നമ്മളെ കോപിച്ചതുകൊണ്ടോ ശപിച്ചതുകൊണ്ടോ വരുന്നതല്ല. ഈ വക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല. എന്നാൽ നമ്മളെ ശിക്ഷിക്കുന്നതാണെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും നല്ല ആൾക്കാർക്കാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നത്. ഇത് നമ്മളോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല നമുക്ക് ഈ പരീക്ഷണങ്ങൾ വരുന്നത്. നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാച്ചാ അപ്പൊ തന്നെ നമ്മളെ മരിപ്പിച്ച് ശിക്ഷകൾ തരാൻ വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് കഴിയില്ലേ? അള്ളാഹ്ക്ക് പകരം നമുക്ക് ഇൽമ തരണമല്ല. നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് തരുന്നത്. നമ്മളെ അള്ളാഹ് സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഹൃദയം ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. ഇവിടുത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വരും. നമ്മൾ ശൈത്താനെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കണം. ശൈത്താനെ നമ്മുടെ മനസ്സിൽ വന്ന് തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഉണ്ടായതൊക്കെ അള്ള തന്നതാണ്. നമ്മൾ അള്ളാനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അവന് കണ്ടുപിടിച്ചിട്ട് തന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലെ വസ്വാസകൾ കൊടുത്തിട്ടുകൊണ്ടിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? അവൻ ചെയ്തതും നമ്മൾ ചെയ്യണം. അതാണ് അവന് വേണ്ടത്. അവനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ അള്ളാനെ സുജൂദ് ചെയ്യാണ്ടിരുന്നിട്ട് അള്ള പുറത്താക്കിയപ്പോ അവൻ അള്ളാനെ കുറ്റപ്പെടുത്തി. അതേപോലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലും അവൻ നമ്മുടെ പാസ്റ്റ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു പോയ കാര്യം ഉപയോഗിച്ചിട്ട് പിന്നീന്ന് ഉപദ്രവിക്കും. നമ്മൾ പലരും മുന്നൊരുപാട് തെറ്റുകൾ ഹറാമ് ചെയ്തിട്ട് ജീവിച്ചവരാവും. ചിലപ്പോൾ നമുക്ക് കുറെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടും ഉണ്ടായിട്ടുണ്ടാവും, റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇത് നമ്മളെ തിന്മയുടെ വഴി കൂടെ നടത്തിയിട്ടുണ്ടാവും. നമ്മളൊരു പക്ഷെ ഒരുപാട് പേരെ ചിലപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആവും ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ കൂടുമ്പോ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ജീവിതമാവും മുന്നേ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് തെറ്റുകൾ ചെയ്യാന് അങ്ങനെ ഒരു ദിവസം നമുക്ക് മനസ്സിലാവാണ് സത്യം എന്താണ്, ഹിദായത്ത് നമുക്ക് കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കി തൗബ ചെയ്തിട്ട് മടങ്ങും. ആ കൂട്ടുകെട്ട്, ആ ബന്ധം നമ്മൾ വേണ്ടാന്ന് വെക്കും. അവരുടെ മഹ്ശറിലുള്ള ചോദ്യം ചെയ്യല് അവരും അള്ളയും തമ്മിൽ മാത്രമാണ്. അവരല്ല ഒറ്റക്കാണ്. അതേപോലെ ഞാൻ അള്ളാടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനും അള്ള ഒറ്റക്കാണ്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ഈ പഴയ കൂട്ടുകെട്ടൊക്കെ വിടും. ആ ആൾക്കാർ അത്ര വലിയ മോശമായിട്ടുള്ള ആൾക്കാരൊന്നാവില്ല. പക്ഷെ നമുക്ക് തോന്നിയാണ് അവരുടെ കൂടെ ഞാൻ നിന്നാല് തെറ്റുകൾ ചെയ്ത് പോവുള്ള നമ്മൾ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തുനിന്ന് ഞാൻ മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് നമ്മൾ അവരുടെ അടുത്തുനിന്ന് മാറി നിന്ന് അള്ളാനായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ ഉറപ്പിക്കും. നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. നമ്മൾ തെറ്റിലേക്ക് വലിക്കും. അത് തെറ്റാണെന്ന് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവർക്കും ചിലപ്പോൾ അവർക്ക് അറിയാണ്ടാവും നമ്മൾ തെറ്റിലേക്ക് വലിക്കുന്നുണ്ടാവാം. ഇനിയും ചിലപ്പോൾ അത് അവരുടെ പ്രശ്നം കൊണ്ടാവില്ല നമ്മൾ ആ തെറ്റിലേക്ക് പോകുന്നുണ്ടാവും. അത് നമ്മളുടെ തന്നെ വീക്ക്നെസ് ആയിരിക്കും. അത് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ആവും നമുക്കത് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക. അവരൊരു കാര്യം ചെയ്യണ്ടാവില്ല, പക്ഷെ നമുക്ക് അവർ കാണുമ്പോൾ നമ്മളെ പഴയ ചെയ്തതിന് തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടാവും. അങ്ങനെ തെറ്റുകൾ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ടുള്ള ബന്ധം അവരായിട്ടാണ് ബന്ധം മുറിക്കുകയാണ്. അത് അവര് മോശമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടൊന്നും ആവില്ല, നമ്മൾ അവരെക്കാൾ നല്ല ആൾക്കാരായതുകൊണ്ടും ആവില്ല. പക്ഷെ നമുക്ക് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ അവരായിട്ടുള്ള ബന്ധം മുറിക്കില്ല. നമ്മൾ അവരായിട്ടുള്ള ആ ബന്ധം മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് എന്റെ കൂട്ടുകാരെ ഒന്നും മിസ് ചെയ്യണില്ലേ, ആ ഒരു കാര്യം ചെയ്യണത് എനിക്ക് മിസ് ചെയ്യണില്ല, ആ ഒരു ഹറാം ചെയ്തപ്പോ നിനക്ക് കിട്ടിയൊന്നും സുഖമില്ല, അതൊന്നും നീ മിസ് ചെയ്യണില്ല. അങ്ങനെ നമ്മളെ പതുക്കെ പഴയ പോലെ ആക്കി തീർക്കാൻ വേണ്ടി നോക്കും. ചില ആൾക്കാര് ഒക്കെ കാണാം, അവര് മദ്യപാനം അതൊക്കെ മദ്യപിച്ചത് പിന്നെ അതൊക്കെ ഒഴിവാക്കി മുഴുവനായി നിർത്തി. എന്ത് ഹറാമാണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യണമെങ്കിൽ അത് മുഴുവനായിട്ട് നമ്മൾ നിർത്തി. അവരുടെ അടുത്തേക്ക് ശൈത്താൻ വന്നിട്ട് പറയാം, ഓ ഭയങ്കര കഷ്ടം തന്നെയായിട്ട് എന്റെ കാര്യം, ഒരു വട്ടം അത് ചെയ്തപ്പോ എന്താ കുഴപ്പം, സ്ഥിരമായിട്ട് ചെയ്യൊന്നും വേണ്ട, ഒരു വട്ടം ചെയ്താൽ മതി. ഇത് ഒഴിവാക്കിയിട്ട് ചിലപ്പോ ഒരാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്നിട്ട് പറയണേ, ഇത് നീ ഒഴിവാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഒരു മാസം കഴിഞ്ഞില്ലേ, നീ കുറെ കഷ്ടപ്പെടുന്നില്ലേ, ഒരു വട്ടം ചെയ്തു നോക്കുക, അപ്പൊ എനിക്കൊരു സുഖം കിട്ടും, എനിക്കൊരു സമാധാനം കിട്ടും, ടെൻഷനിൽ നിന്ന് എനിക്കൊരു കുറവുണ്ടാവും. ഒരു വട്ടം ചെയ്യുന്നത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്തേലും അള്ള ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനോടാവും നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയുള്ള എന്തേലും തെറ്റ് നമ്മൾ നിർത്തിയിട്ട് അതിൽ സങ്കടം നാണക്കേടും കുറ്റബോധം തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ആ തെറ്റ് വീണ്ടും ചെയ്യാൻ നമുക്കത് വെറുപ്പാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് ഒരുപാട് കൗതുകങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാവും. ശൈത്താൻ അത് ഉപയോഗിച്ചിട്ട് നമ്മള് പഴയ വഴിക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കും.
ഷെയ്ത്താൻ തോന്നിപ്പിക്കും, നീ ഇങ്ങോട്ട് വായോ, എനിക്ക് ഇതാണ് എളുപ്പം, എനിക്ക് ഇതിലൂടെയാണ് മനസ്സമാധാനം കിട്ടുക, നീ എന്തിനാണ് ഇത് ചെയ്യാണ്ടിരിക്കണത്, അല്ലേല് വേണ്ടാന്ന് വെക്കണത്, ഇതിപ്പോ ചെയ്ത ആരറിയാനാ, ആരും അറിയാൻ പോണില്ല. ഇങ്ങനെ ഓരോ വസ്വാസത നമ്മുടെ മനസ്സിൽ ഇട്ട് എന്നിട്ട് വീണ്ടും നമ്മളെ പഴയ തെറ്റുകൾ, അത് ചെറുതായാലും വലുതായാലും ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ ഒരു കുറച്ചു നേരം നല്ല ഖുശൂഅോടെ കൂടിയൊക്കെ നിസ്കരിക്കും. പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകും. പിന്നെ നമുക്ക് തോന്നും, എന്തായാലും ഇപ്പൊ നിസ്കാരം കഴിഞ്ഞില്ല, ഇനിയിപ്പോ ഇതിപ്പോ ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, ഇനിയിപ്പോ ഇതിപ്പോ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ല, കഴിഞ്ഞിട്ട് കഴിഞ്ഞേ, ഇനിയുള്ള ടൈം അത് ഇനിയിപ്പോ ഒരു സലാം വീട്ടിലാണെങ്കിൽ പോലും അത് ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ ഇബ്ലീസ് പിന്നീന്ന് വലിക്കണതാണ് നമ്മളെ. അങ്ങനെ ഓരോ നമ്മളെ പറഞ്ഞിട്ട് അവൻ നമ്മളെ പഴയ ഹറാമിന്റെ വഴിക്ക് തന്നെ കൊണ്ടുപോകും. ഇങ്ങനെയാണ് നമ്മളെ പിന്നീന്ന് അവൻ ആക്രമിക്കുന്നത്. പിന്നീന്ന് നമ്മളെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും പഴയ ഹറാമിക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടുപോവാണ് നമ്മളെ. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കറിയണം ഷെയ്ത്താനെ, നമുക്കറിയപ്പോ എങ്ങനെയാണ് ഷെയ്ത്താൻ ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ നമ്മളെ ഉപദ്രവിക്കാന്ന്. അപ്പൊ നമ്മൾ അതിന് എതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക, അവന്റെ ഈ വക തന്ത്രങ്ങളിൽ വിടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇൻഷാ അല്ലാഹ് വലതേ ഭാഗത്തുനിന്നും ഇടതേ ഭാഗത്തുനിന്നും എങ്ങനെയാണ് നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അൽഹംദുലില്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. آمين 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 برحمتك يا أرحم الراحمين. اللهم صل وسلم على نبينا محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. بارك الله فيكم. آمين آمين وإياك. ما شاء الله. എല്ലാരും മ്യൂട്ടായിട്ടുള്ളത്, നമ്മൾ ബാക്കിയുള്ള ആളെ ഇത് കേൾക്കാത്തത് കേട്ടോ. ദാനി ഇപ്പൊ ഓക്കെ.